ഫാമിലിയിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിന്, എൻ്റെ പിതാവിന് ആക്ച്വലി 12 സിബ്ലിങ്സാണ് ഉള്ളത്, ഒരു 13 മക്കളാണ്. അവരെല്ലാവരും തന്നെ സുവിശേഷ വേലയിലുമാണ്. അപ്പം അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലം, എല്ലാവരും സുവിശേഷ വേല ചെയ്യുന്ന ഒരു ആത്മീയ പശ്ചാത്തലം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഏജിലൊക്കെ ഉള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ അഭിഷേകം പ്രാപിക്കുകയും കൃപാവരങ്ങളാൽ ചൊലിക്കുകയൊക്കെ ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാൻ വളരെ ദുഃഖത്തോടെ ഇരുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബാല്യകാലത്ത് അപ്പം എനിക്ക് മാത്രം അഭിഷേകം കിട്ടുന്നില്ല, എനിക്ക് മാത്രം അങ്ങനെ ഒരു സാഹചര്യം, ഞാൻ വളരെ കരഞ്ഞ് ദൈവത്തിനെ പ്രാർത്ഥിച്ച്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഞങ്ങളെ തൊട്ടു, എൻ്റെ പിതാവിനെ തൊട്ടു. അപ്പം ആ നിലയിൽ പിന്നീട് എൻ്റെ പിതാവ് വേലയ്ക്കായി സമർപ്പിക്കുകയും കുറച്ച് വേലക്കായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തപ്പോൾ അന്ന് അത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ ഞാനാ. എൻ്റെ പിതാവും കൂടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ അത് എനിക്കൊരു നല്ല ബലമാണ്, അത് എനിക്ക് നല്ലൊരു ചവിട്ടുപടിയായിട്ട് ഞാൻ കണ്ടു. ഗുഡ്ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. സംഭാഷണത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനുമായിട്ട് ഇന്ന് നമ്മുടെ സംഭാഷണം തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി ഈ സംഭാഷണ നിമിഷങ്ങൾ മാറും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച കാനഡയിലായിരുന്നു. കാനഡയിലെ വെസ്റ്റേൺ പെന്തക്കോസ്റ്റ് കോൺഫറൻസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസിന് നേതൃത്വം കൊടുത്ത പാസ്റ്റർ സാം വർഗീസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഗുഡ്ന്യൂസിന്റെ സ്റ്റുഡിയോയിലുള്ളത്. ആ ദേവദാസൻ തൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ടൊന്ന് പങ്കുവെക്കും. 2025-ലും 2026-ലുമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട 2 കോൺഫറൻസുകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പാസ്റ്റർ സാം വർഗീസിന് കഴിഞ്ഞു. 2025-ൽ നടന്ന IPC ഫാമിലി കോൺഫറൻസിന്റെ കൺവീനറായി പ്രവർത്തിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. അമേരിക്കയ്ക്ക് വെളിയിൽ IPC ഫാമിലി കോൺഫറൻസ് ആദ്യമായി നടത്തുന്നത് കാനഡയിലെ എഡ്മണ്ടണിലാണ്. അങ്ങനെയും ആ കോൺഫറൻസിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചലനാത്മകമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കാൻ ഇടയായി. കാനഡയിലെ എഡ്മണ്ടൺ കേരള പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ സീനിയർ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന, അതിൻ്റെ ഫൗണ്ടർ പാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ പാസ്റ്റർ സാം വർഗീസ് സംഘാടകൻ, പ്രഭാഷകൻ, സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ വളരെ വ്യത്യസ്തവും അനുഗ്രഹിക്കപ്പെട്ടതുമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ദേവദാസനാണ്. ആ ദേവദാസൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ കരുത്തും ശക്തമായിട്ടുള്ള പ്രചോദനവുമാകും എന്ന പൂർണ്ണ പ്രതീക്ഷയോടെയാണ് ഗുഡ് ന്യൂസ് അദ്ദേഹത്തെ സംഭാഷണത്തിന്റെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് പാസ്റ്റർ സാം വർഗീസിനെ സ്വാഗതം ചെയ്യുകയും തന്നോടൊപ്പം നമ്മുടെ സംഭാഷണം ആരംഭിക്കുകയും ചെയ്യാം. വളരെ സന്തോഷം പാസ്റ്റർ സാം വർഗീസ് ഗുഡ് ന്യൂസിന്റെ സ്റ്റുഡിയോയിലേക്ക് വന്ന് ഹൃദയം തുറക്കാൻ ഈ തിരക്കുകൾക്കിടയിൽ ഒരു ഷോർട്ട് വിസിറ്റ് ആണ് ഇന്ത്യയിലേക്കുള്ളത്. ആ ചെറിയ സന്ദർശന സമയത്തിന്റെ ഇടയിലും അല്പസമയം നമ്മുടെ സമൂഹമായിട്ട് സംസാരിക്കാൻ മാറ്റിവെച്ചതിൽ പ്രത്യേക സന്തോഷം. വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ച സമാപിച്ചു. അതെ, ധന്യമായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു കോൺഫറൻസിന്റെ പൊതുവേ ഉള്ള ഒരു പ്രതികരണവും നടത്തിപ്പും കാര്യങ്ങളും എല്ലാം? പൊതുവെ വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് 36ാമത്തെ കോൺഫറൻസ് ആണ്. അപ്പോൾ അത് കാനഡയിലെ വെസ്റ്റേൺ ഏരിയയിലുള്ള പ്രൊവിൻസുകളും പിന്നെ US-ന്റെ 1-2 സിറ്റികളും ചേർന്നിട്ടാണ് ആക്ച്വലി കോൺഫറൻസ് നടക്കുന്നത്. നോർമലി once in 5 years ആണ് ഓരോ സിറ്റിയിലും മാറി മാറി വരുന്നത്. കാരണം മേജർ സിറ്റീസ് 5 സിറ്റികളാണ്. എഡ്മണ്ടൺ ഉണ്ട്, കാൽഗറി, വാങ്കോവർ, പിന്നെ സിയാറ്റിൽ ആൻഡ് പോർട്ട്ലൻഡ്. ഈ സ്ഥലങ്ങളാണ് പൊതുവെ ഈ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് 2017-ലും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നും ഈ സിറ്റികൾ തന്നെയാണ്. ഈ കോൺഫറൻസിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ഫാമിലി കോൺഫറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലൊരു ഫാമിലി അറ്റാച്ച്മെന്റ് ഈ കോൺഫറൻസിനുണ്ട്. കാരണം ഇവിടെ സഭയുടെ വ്യത്യാസങ്ങളില്ല, ഒരു സംഘടനയെന്നില്ല, എല്ലാ സംഘടനയും പെട്ടവർ ഇതിന്റെ ഒന്നിച്ചു കൂടുന്നതാണ്. അപ്പൊ ഈ സിറ്റികളിലുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചസ് എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിരിക്കും. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത ആക്ച്വലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെയധികം അറ്റൻഡൻസ് ഉണ്ടായിരുന്നുള്ളതാണ്. അത് ഈ കോൺഫറൻസിന്റെ ഒരു പ്രത്യേകത, ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ച്. ഓവറോൾ ഈ കോൺഫറൻസിന്റെ മറ്റൊരു പ്രത്യേകത കമ്പയർ ചെയ്യുമ്പോൾ, മറ്റു കോൺഫറൻസുകൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ബഡ്ജറ്റഡ് കോൺഫറൻസ് ആയിരുന്നു. നമുക്ക് പരിമിതമായ പൈസയിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ട് കോൺഫറൻസ് നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു കോൺഫറൻസിന് ഞങ്ങൾ ബജറ്റ് ചെയ്ത് തന്നെ നിയർ ടു ബിലോ
അറൌണ്ട് $60,000 എന്നൊക്കെ പറയാം. $50,000-$60,000 ചെലവാക്കി ചെയ്യുന്നതാണ്. ഇത് ചർച്ചിൽ വെച്ച് നടത്തും. ലോ ബഡ്ജറ്റഡ് ആയിട്ട് ഇത് ചെയ്യത്തക്ക നിലയിലാണ് അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും പോകുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ വീടുകളിലാണ് നമ്മൾ ആളുകളെ താമസിപ്പിക്കുന്നത്. ആ ഒരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. നമ്മുടെ വീടുകളിൽ ആൾക്കാരെ കൊണ്ടുവരിക, അവരെ നമ്മുടെ വീടുകളിൽ താമസിപ്പിക്കുക. ഹോട്ടലിൽ താമസിക്കണമെന്ന് നിർബന്ധമുള്ളവർ മാത്രമേ ഹോട്ടലിലോട്ട് പോകുള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ ചർച്ചിലെ വീടുകളിൽ താമസിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു റിയൽ ഫാമിലി അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഈ പ്രാവശ്യത്തെ കോൺഫറൻസിന് ഞങ്ങളുടെ സാറ്റർഡേ നൈറ്റ് ഒക്കെ എബോവ് 1000 ആൾക്കാരുടെ അറ്റൻഡൻസ് ഉണ്ടാകും. എല്ലായിടത്തും ആൾക്കാർ ധാരാളമായിട്ട് കോൺഫറൻസ് വരികയും അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിന്റെ മറ്റ് പ്രത്യേകതകൾ പറഞ്ഞാൽ നല്ലൊരു ആത്മീയ അന്തരീക്ഷവും നല്ലൊരു കൂട്ടായ്മയും, ആളുകളൊക്കെ ഇങ്ങനെ ഒരു കോൺഫറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് ആ ഫസ്റ്റ് ഡേ മുതൽ കിട്ടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ സാം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കിടയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാചകം കൂടെ ഉണ്ട്. അദ്ദേഹം ഈ എല്ലാ സഭാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കോൺഫറൻസ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പാസ്റ്റർ സാമുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സംഘടനയേക്കാൾ അപ്പുറത്ത് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സ്പിരിറ്റാണ്. എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന, താൻ സ്ഥാപിച്ച സഭ പോലും പെന്തക്കോസ്തിന്റെ ഏറ്റവും നല്ല അനുഭവങ്ങൾ പങ്കിടുന്ന ഒരു സഭയായിരിക്കണം എന്ന കാഴ്ചപ്പാടിൽ താൻ എഡ്മണ്ടനിലെ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കും നേതൃത്വം നൽകുന്നു. നമ്മൾ എഡ്മണ്ടനും കാനഡയും അമേരിക്കയുമായിട്ടൊക്കെ ചുറ്റിപ്പറ്റിയുള്ള തൻ്റെ 1.5 പതിറ്റാണ്ട് കാലത്തെ അതിലധികമുള്ള ജീവിതം നമ്മൾ കേൾക്കും. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു, നമ്മൾ അമേരിക്കയും കാനഡയിലൊക്കെ ചെല്ലുന്നതിന് മുമ്പ് പാസ്റ്റർ സാം രൂപപ്പെട്ടു വന്ന കുറേ അനുഭവങ്ങൾ, തൻ്റെ ബാല്യകാല അനുഭവങ്ങളൊക്കെ കാണും. ജനിച്ചു വളർന്ന നാട്, വീട്, അല്ലെങ്കിൽ ആ ഒരു ബാല്യകാലം, എനിക്കൊന്ന് അതൊന്ന് ആളുകൾക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് സൂചിപ്പിച്ചാൽ നല്ലതായിരിക്കും. എവിടെയാണ് ജനിച്ചത്, മാതാപിതാക്കൾ ആരാണ്, എങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം, നമുക്ക് അവിടെ നിന്നും പറഞ്ഞ് മുന്നോട്ട് പോകാം. ആക്ച്വലി ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് കൊട്ടാരക്കരയിലെ തേവലപ്പുറം എന്ന സ്ഥലത്താണ്. ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിമോട്ട് പ്ലേസ് എന്ന് പറയാവുന്ന, സിറ്റിയുമായിട്ടൊന്നും വലിയ ആക്സസിബിലിറ്റി അന്നില്ലാത്ത ഒരു പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലെ ജനിച്ചത്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് മുതൽ യാക്കോബായ സഭയിൽ നിന്നും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഗ്രാൻഡ് പേരൻസ് വന്ന് അങ്ങനെ കുടുംബമായിട്ട് വിശ്വാസത്തിലാണ്. അപ്പം ഞാൻ ജനിക്കുന്നതൊക്കെ ആ പെന്തക്കോസ്ത് അനുഭവത്തിലാണ്. എൻ്റെ പിതാവ് ആക്ച്വലി നല്ല ചെറുപ്പത്തിൽ മിലിറ്ററിയിൽ സേവനം ചെയ്ത് കുറെ വർഷങ്ങൾ മനസ്സിലാക്കി റിട്ടയർഡായി അങ്ങനെ വീട്ടിൽ വരികയും അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിന്, എൻ്റെ പിതാവിന് ആക്ച്വലി 12 സിബ്ലിങ്സാണ് ഉള്ളത്. ഒരു 13 മക്കളാണ്. അവരെല്ലാവരും തന്നെ സുവിശേഷ വേലയിൽ വേണം. അപ്പം അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലം, എല്ലാവരും സുവിശേഷ വേല ചെയ്യുന്ന ഒരു ആത്മീയ പശ്ചാത്തലം എനിക്കുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ട് എൻ്റെ നല്ല ചെറുപ്പകാലത്ത്, എനിക്ക് 10 വയസ്സുള്ള സമയത്ത് ഞാൻ അഭിഷേകം പ്രാപിച്ച ആളാണ്. ആ നല്ല ചെറുപ്പകാലത്ത് ഞാൻ അതിനെ ആഗ്രഹിക്കുകയും ആ ഒരു അഭിഷേകം പ്രാപിക്കണം. അന്നത്തെ കാലത്ത് നമ്മുടെ ചർച്ചുകളിലൊക്കെ നിരന്തര ഉപവാസ പ്രാർത്ഥന നടക്കുക, എല്ലാവരും അഭിഷേകം പ്രാപിക്കണം എന്നതൊരു മസ്റ്റായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പോലും ആ ഒരു ചിന്ത തരുമായിരുന്നു. അത് അന്നത്തെ ലീഡർഷിപ്പ് അങ്ങനെയായിരുന്നു. നമ്മളിൽ പോലും എപ്പോഴും തരും, അഭിഷേകം പ്രാപിക്കാതെ നിത്യതയില്ല, അഭിഷേകം പ്രാപിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ള ചിന്ത. അപ്പൊ നമ്മളെ നല്ല ചെറുപ്പത്തിൽ തന്നെ അത് പ്രാപിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹവും വാഞ്ചി നമ്മുടെ മനസ്സിൽ തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കാലം പ്രാർത്ഥിച്ചു. അപ്പൊ എൻ്റെ ഏജിലൊക്കെ ഉള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ അഭിഷേകം പ്രാപിക്കുകയും കൃപാവരങ്ങളാൽ ജ്വലിക്കുകയൊക്കെ ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാൻ വളരെ ദുഃഖത്തോടെ ഇരുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബാല്യകാലത്ത് അപ്പൊ എനിക്ക് മാത്രം അഭിഷേകം കിട്ടുന്നില്ല, എനിക്ക് മാത്രം അങ്ങനെ ഒരു സാഹചര്യം. ഞാൻ വളരെ കരഞ്ഞ് ദൈവസേനയെ പ്രാർത്ഥിച്ച് ദൈവസേനയെ ഒരു ദിവസം രാത്രിയിൽ ഒരു മീറ്റിംഗിൽ ദൈവം എന്നെ ആത്മാവിനെ നിറച്ചു. അതെന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ആ 10 വയസ്സിലുള്ള സമയത്ത് ഞാൻ വളരെ ഷൈ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഞാൻ ആരോടും സംസാരിക്കത്തില്ല, ഞാൻ ആരോടും മിണ്ടത്തില്ല. എന്നോട് ആരെങ്കിലും ഒന്ന് പേര് ചോദിച്ചാൽ പോലും ഞാൻ ആരോടും മിണ്ടില്ല. ഞാൻ എപ്പോഴും ഒത്തിരി റിസർവ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ വൺസ് ഞാൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ ദൈവം മാറ്റി, എൻ്റെ രീതികളെ മാറ്റി. ഒരു സാക്ഷ്യം പറയുന്നതിനകത്ത് പോലും ഒരു ജീവൻ ഉണ്ടായത് അതിനുശേഷമാണ്. അപ്പൊ ആ നല്ല ചെറുപ്പകാലത്ത് അഭിഷേകം പ്രാപിച്ചു. ഞാനങ്ങനെ അന്ന് എന്നോടുള്ള ദൈവാലോചനയായിരുന്നു എന്നെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് കർത്താവ് കണ്ടിരിക്കുന്നുള്ളൂ. അതിനോട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഒന്ന്, ഫാമിലി സിറ്റുവേഷൻ അതാണ്, കുടുംബത്തിലുള്ള എല്ലാവരും പാസ്റ്റേഴ്സാണ്. അപ്പൊ ആ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് പോലും
എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കൊച്ചുമക്കളെല്ലാം സുവിശേഷ വേലക്കാരായിരിക്കണം എന്നുള്ളത്. അപ്പൊ അവരുടെ വായിൽ നിന്ന് എപ്പോഴും നീ സുവിശേഷം വന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്, നിന്നെ സുവിശേഷ വേലക്കുള്ളതാണ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എന്നോടൊരു ദൈവാലോചന ഉണ്ടായി. എന്നെ കർത്താവിന് വേലക്കായിട്ട് ദൈവം കണ്ടിരിക്കുകയാണെന്നും അത് ദൈവം എങ്ങനെയാ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അന്ന് മനസ്സിലാകാത്ത കാലത്ത് ദൈവം എന്നോട് അരുളി ചെയ്ത് ഇന്നും അക്ഷരാർത്ഥം നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അന്ന് അതൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് പ്രാപ്തിയാകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വളരുമ്പോൾ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ റെഡി ആണെന്നുള്ള ഒരു പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വേലയ്ക്ക് വലിയ താല്പര്യം ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് എൻ്റെ ഫാദർ ആക്ച്വലി സുവിശേഷ വേലയിൽ അല്ല. അദ്ദേഹം മിലിറ്ററി ഒക്കെ കഴിഞ്ഞ് സർവീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ എൻ്റെ പിതാവിനോട് ആവർത്തിച്ച് ദൈവാലോചനയുണ്ട്, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു, നിങ്ങൾ ഇറങ്ങണം. പക്ഷെ എൻ്റെ പിതാവ് അത് ചെയ്യത്തില്ല എന്നുള്ള താല്പര്യം കാണിച്ചില്ല. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഞങ്ങളെ തൊട്ടു, എൻ്റെ പിതാവിനെ തൊട്ടു. അപ്പൊ ആ നിലയിൽ പിന്നീട് എൻ്റെ പിതാവ് വേലയ്ക്കായി സമർപ്പിക്കുകയും കുറച്ച് വേലക്കായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യപ്പോൾ അന്ന് അത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആള് ഞാനാ. എൻ്റെ പിതാവും കൂടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ അത് എനിക്കൊരു നല്ല ബലമാണ്, അത് എനിക്ക് നല്ലൊരു ചവിട്ടുപടിയായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു, അധികം സന്തോഷിച്ചു. കാരണം എന്നിൽ ദൈവം തന്നിരിക്കുന്ന ആ നിയോഗത്തിലേക്ക് ഞാൻ പോവുകയാണെന്ന്, മുന്നോട്ടിറങ്ങുകയാണെന്നുള്ളൊരു ചിന്ത അതെന്നെ ഒത്തിരി സഹായിച്ചു. എൻ്റെ പിതാവ് ബൈബിൾ കോളേജ് പഠിച്ചതിന് ശേഷം ഞങ്ങൾ 5 മക്കളും ഡാഡി മമ്മി ഞങ്ങൾ 7 പേര് ചേർന്നൊരു വലിയ കുടുംബമാണ്. ഞങ്ങൾ അന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ല, പാഴ്സനേജ് ഇല്ല, ഒരു ചരിപ്പ് മാത്രം, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഞങ്ങൾ ഇത്രയും വലിയൊരു ഫാമിലി പല സഭകൾക്കും ഞങ്ങളെ മാത്രമല്ല നിങ്ങൾ ഒരു പക്ഷേ ആനയത്ത് അല്ലെങ്കിൽ കിഴക്കുപുറത്ത് താമസിക്കുമ്പോൾ അത്യാവശ്യം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുകളും കൃഷിയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വീടുണ്ട്. തലത്തിൽ നിന്നാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു പാഴ്സനേജിലേക്ക് എക്സാക്ട്ലി പാഴ്സണിലേക്ക് മാറുമ്പോഴത്തേനും നമുക്ക് ആദ്യം ഞങ്ങൾ മൂവ് ചെയ്ത ചർച്ചിന് ജസ്റ്റ് ഒരു ചരിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നും നമ്മളെ അങ്ങനെ ബാധിച്ചില്ല. നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്നതിന്റെ ആദ്യം ഒരു സഭയിൽ പോകുന്നതിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഒരു ചേഞ്ച് ആയിരുന്നു. പക്ഷെ പിന്നീട് ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശുശ്രൂഷയിലായിരുന്നത് കൊണ്ടും അവര് അനുഭവിച്ചു വന്ന പല തിക്ത അനുഭവങ്ങൾ എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടാക്കി. എൻ്റെ വിളിയെക്കുറിച്ചും ഉള്ള ചിന്തയിൽ എനിക്ക് വളരെ ഭാരമുണ്ട്. അതിന് ശുശ്രൂഷ ചെയ്യാൻ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വേലയല്ല ഞാൻ ചിന്തിച്ചതും എക്സ്പെക്ട് ചെയ്തു, ഇങ്ങനെ അനുഭവങ്ങളല്ല എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ അവിടെയൊക്കെ എപ്പോഴും നിരുത്സാഹപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉള്ളപ്പോഴും സ്റ്റിൽ വേലയോട് എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ആഗ്രഹം, ഒരു വാഞ്ച അങ്ങനെ നിന്നിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കണമെന്ന് പണ്ട് മുതലേ നല്ല ആഗ്രഹമായിരുന്നു, അങ്ങനെ പഠിക്കണം. എന്തുകൊണ്ടോന്ന് അറിയത്തില്ല, എൻ്റെ നല്ല ചെറുപ്പകാലത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് ഒരു ഫാർമസിസ്റ്റ് ആകണം, ഫാർമസി പഠിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് സാധ്യമാകാത്ത ജീവിത സാഹചര്യങ്ങളിലോട്ടാണ് പിന്നീട് പോയത്. കാരണം അതിനുള്ള ഫൈനാൻഷ്യൽ ബേസ് ബന്ധപ്പെട്ടും സഭയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് 5 മക്കളെ പോറ്റുക, അതാ പ്രാക്ടിക്കലി ഒക്കത്തില്ലായിരുന്നു. അന്ന് ബുദ്ധിമുട്ടിന്റെ കാലമായിരുന്നു. ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത ദിവസങ്ങളുണ്ട്. ഞായറാഴ്ചകൾ കിട്ടുന്ന പിടിയേരിയാണ് പിന്നത്തെ ദിവസങ്ങളിലെ ആഹാരം. ഇത് കുറഞ്ഞാൽ ഞങ്ങൾ പട്ടിണിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ശരിക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് റിയലി ഞങ്ങൾ അതൊക്കെ ഫേസ് ചെയ്ത് വന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പം പിന്നെ അന്നും മറ്റുള്ളവർ തരുന്ന ചെറിയ സഹായം കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാലങ്ങൾ, ഒത്തിരി കരഞ്ഞിട്ടുള്ള കാലങ്ങൾ, വിശന്ന് കിടന്നിട്ടുള്ള കാലങ്ങളൊക്കെ ഒന്നുണ്ട്. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിനകത്തുണ്ടായിരുന്നു. ഇങ്ങനെയാണ്, ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ മാനിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ വേഴ്സായിട്ടാണ് പോയിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലോട്ട് നമ്മൾ കാല് വെക്കുമ്പോൾ അത് കുറച്ചുകൂടെ താഴോട്ട് പോയതുപോലെയൊക്കെ ഫീൽ ചെയ്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവം നിർത്തി, പേരൻസിനെ ദൈവം നിർത്തി, ഞങ്ങള് പിടിച്ചു നിന്നു. ദൈവം പിന്നീട് ആ സാഹചര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് തോന്നുന്ന ഈ പറഞ്ഞ വെല്ലുവിളികൾ, ഭക്ഷണത്തിന്റെയും ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോയതിന്റെ വേദനകളൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള്
ഞാൻ പഠിച്ചത് SDA സ്കൂളിലാണ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അപ്പൊ അന്ന് അങ്ങനെയുള്ള സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും പേരൻസിന് ഉണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ ഒരു ആഗ്രഹമാണ് ഞങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം, ഞങ്ങൾക്കുള്ളതിനേക്കാൾ നല്ല നിലയിൽ മക്കൾ വരണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ അവര് അവിടെ കൊണ്ടുവന്നാക്കി. പക്ഷെ ദൈവത്തിന്റെ ഒരു വിശ്വസ്തത എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു എന്ന് പറയാം. അന്ന് കമ്പാഷൻ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അന്ന് നാട്ടിലുണ്ടായിരുന്നു. അവർ ആക്ച്വലി വിദ്യാഭ്യാസ സഹായം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ സപ്പോർട്ട് വാങ്ങിയാണ് ഞാൻ പഠിച്ചത്. അന്ന് വിദേശത്തുള്ള ഒരു വിദേശി എല്ലാ മാസവും അയച്ചു തന്ന പൈസ കൊണ്ടാണ് എൻ്റെ ഫീസ് അടച്ചതും എൻ്റെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യാനുള്ള സാഹചര്യം അന്നുണ്ടായത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പഠിച്ചത്. അപ്പോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇതിനകത്തുനിന്നൊക്കെ ഒരു ജോഡി ഡ്രസ്സൊക്കെ നമുക്ക് കാണുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂണിഫോം നിർബന്ധമാണ്. നമുക്ക് ഒരു പാന്റും ഒരു ഷർട്ടും ആണ്, അല്ലെ ഒരു നിക്കറും ഒരു ഷർട്ടും ആണ് നമ്മുടെ ആകെ ഉള്ളത്. അത് വെള്ളയും നീലയാ. അപ്പോ ഇത് അഴുക്കാകാൻ പാടില്ല. ഒരാഴ്ച മൊത്തം ഇട്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് അഴുക്കാകാതെ സൂക്ഷിക്കണം. കളിക്കാൻ പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. എങ്ങും അഴുക്കാകാതെ ഇത് സൂക്ഷിച്ച് ഒരാഴ്ച കൊണ്ടുപോയിട്ട് വേണം അത് കഴുകിയിട്ട് വരാൻ. അതിനകത്തുള്ള നമുക്ക് ഇതല്ലാതെ നമുക്ക് മാറി ഇടാൻ മറ്റൊരു ഡ്രസ്സ് ഇല്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഇവൻ ചർച്ചിൽ പോകുമ്പോൾ, സൺഡേ സ്കൂളിൽ പോകുമ്പോഴും ഈ യൂണിഫോം ആണ് നമ്മുടെ ഡ്രസ്സ്. കല്യാണം നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ കല്യാണത്തിന് പോകുന്നത് പോലും ഈ യൂണിഫോം ഇട്ടുകൊണ്ടാണ്. ഇതിനപ്പുറത്ത് നമുക്ക് വേറൊരു ഡ്രസ്സ്, നമുക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളല്ലാതെ മറ്റൊരു ഡ്രസ്സ് ഇല്ല. ആ ഡ്രസ്സൊക്കെയാണ്. അപ്പോ ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നു എൻ്റെ സ്കൂൾ ജീവിതത്തിൽ. എൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ തുണി ഇട്ടിട്ടായിരിക്കാം ഒരു ദിവസം രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോൾ SDA സ്കൂളിന്റെ കയറ്റം കയറി മേളിൽ ചെല്ലണം. മേപ്പോട്ട് കയറി പോകുന്ന സമയത്ത് എൻ്റെ നിക്കറിന്റെ ചെവിടെ അങ്ങനെ അങ്ങ് കീറിപ്പോയി. ഇങ്ങനെ ഒരറ്റം മുതൽ ഒരറ്റം വരെ അങ്ങ് കീറി. അപ്പോ അത് കീറിപ്പോയിട്ട് എനിക്ക് ക്ലാസ്സിൽ പോകണോ തിരിച്ച് വീട്ടിൽ പോകണോ ഇതിങ്ങനെ കീറിയിരിക്കുക. ഞാൻ പിന്നെ എൻ്റെ ഷർട്ട് പിടിച്ച് താഴോട്ട് എപ്പോഴും ഒരു കൈ കൊണ്ട് ഷർട്ടിൽ പുറവ് പിടിച്ച് ഇത് കവർ ചെയ്തിട്ടാണ് ഒരു ദിവസം മൊത്തം ഞാൻ ക്ലാസ്സിലിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് ഞാൻ അന്ന് എന്നെ എൻ്റെ സഹപാഠികൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കൂകിയതും അതുപോലെ ലജ്ജിച്ച് നാണം കെട്ടി ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു പോയ ദിവസങ്ങളൊക്കെ എനിക്ക് ഇന്നെപ്പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവം നമ്മളെ പിടിച്ചു നിർത്തി. ആ മനസ്സിനകത്തുള്ള ഒരു ശക്തി. അതെ ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു ബോധ്യത്തിലും നമ്മുടെ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസ് മുതൽ കണ്ടുവന്ന വിശ്വാസത്തിന്റെ അളവ്. അപ്പൊ അത് എപ്പോഴും നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തി. ഈ സാഹചര്യങ്ങളൊക്കെ മാറുന്ന, അനുഭവങ്ങൾ മാറുന്ന കാലങ്ങൾ ഉണ്ടാകും എന്ന നല്ല കാലത്തെക്കുറിച്ച് അന്ന് സ്വപ്നം കണ്ടു. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന്റെ ആരംഭം. പലപ്പോഴും ചിലത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന തോന്നുന്ന അനുഭവങ്ങളുണ്ട്. ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ട് പരിശീലനശാലകളായിട്ട് ഇന്ന് ഞാൻ തിരിച്ചു നോക്കുമ്പം അതൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയങ്ങളായിരുന്നു. അന്ന് ദൈവം ട്രെയിൻ ചെയ്ത, അന്ന് ദൈവം പഠിപ്പിച്ച, അന്ന് എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്ത, എൻ്റെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്തെടുത്ത എത്രയോ അനുഭവങ്ങൾ, അത് ഇന്ന് എത്രയോ അനുഗ്രഹമായിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് ഒരാൾ ഡ്രസ് ഇല്ലെന്ന് പറഞ്ഞാലോ, ഒരാൾക്ക് ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞാലോ, അതിന്റെ റിയാലിറ്റി എന്താന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ വേദന എന്താന്ന് നമുക്ക് മനസ്സിലാവും. അത് അവരനുഭവിക്കുന്ന സ്ട്രഗിൾ എന്തായിരിക്കും മനസ്സിലാവും. ഒരു സുവിശേഷ വേലക്കാരന്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരാളെക്കാളും നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കത്തക്ക നിലയിലുള്ള ട്രെയിനിങ് ദൈവം അതിലൂടെ തന്നു. പിന്നീട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഈ കമ്പാഷൻ ഫോർ ഇന്ത്യ അല്ലേ, കമ്പാഷൻ ഫോർ ഇന്ത്യയുടെ ഒരു സ്നേഹം കിട്ടി. അങ്ങനെ സ്കൂൾ ജീവിതം മുന്നോട്ട് പോയതുകൊണ്ടായിരിക്കാം പിന്നീട് കുറെ കാലം അതിന് സമാനമായി ഞാൻ ചെയ്തത്. അതെന്റെ മനസ്സിലെ അന്നത്തെ ഒരു വലിയ തീരുമാനമായിരുന്നു. എന്നെ അറിയാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത ആരോ വിദേശത്തിരുന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് മാസം തോറും ഒരു സഹായം അയച്ചു തരുന്നത്. അതുപോലെ ദൈവം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ജോലിക്കായിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ ചെന്ന സമയം പോലെ എൻ്റെ ആദ്യത്തെ സാലറി മുതൽ ഞങ്ങൾ എടുത്തൊരു തീരുമാനവും, ഞാൻ കുറച്ച് വർഷങ്ങൾ ഞാൻ കാനഡയ്ക്ക് മൂവ് ചെയ്യുന്നത് വരെ ആ ഒരു പ്രവർത്തനം ഞാൻ ചെയ്തു. ഓർമ്മയുണ്ട്, ഷാൻജോണൊക്കെ ഓർമ്മയുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ കുറെ കുട്ടികളെ ആ നിലയിൽ സഹായിക്കാൻ നിങ്ങളൊക്കെ അന്ന് എന്നെ ഒത്തിരി ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അതെന്റെ മനസ്സിലെ ഒരു തീരുമാനത്തിന്റെ പാട്ടാണ്. പക്ഷെ അത് കാനഡ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനുകൂലമായ സാഹചര്യം ആയിരുന്നില്ല അവിടെ. കാരണം ആദ്യത്തെ ഒരു 2-3 ഇയേഴ്സ് എനിക്ക് വളരെ ഫൈനാൻഷ്യലി വളരെ സ്ട്രഗിളിന്റെ ഒരു പീരീഡാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല. ഈ കമ്പാഷൻ ഫോർ
ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ജീവിതത്തിൽ അന്നൊരു കൈത്താങ്ങായിട്ട് നിന്ന് ഫീസും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ സഹായിച്ചു എന്നുള്ളത് ആ കുഞ്ഞു മനസ്സിൽ മായാതെ കടന്നു. അത് ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അന്ന് കാരണമായി തീർന്നു. ആ തീരുമാനം എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് സ്വന്തമായി മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു വരുമാനത്തിലേക്ക് എത്തിയാൽ, സഹായിക്കാൻ പറ്റുന്ന വരുമാനത്തിൽ എത്തുക എന്നുള്ളതല്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു നല്ല വരുമാനം കിട്ടുകയാണെങ്കിൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഭാരതത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്ന തീരുമാനമെടുത്തു. അങ്ങനെ കുറേ വർഷങ്ങൾ താൻ ദോഹയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി താൻ പ്രവർത്തനം ചെയ്യുന്നത് ഞാനതിൻ്റെ സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തോടൊപ്പം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അത് ക്രോഡീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമൊക്കെ സഹായിച്ച് നിരവധി കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ ഒരു ഓർഗനൈസേഷൻ സഹായിച്ചു. നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്ക് പ്രചോദനമായെങ്കിൽ നമ്മൾക്കാവുന്ന ഒരു കാലത്ത് അത് മറ്റുള്ള സമാനമായ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കണം എന്ന മഹത്തായ ഒരു നന്മ ഈ ദേവദാസന്റെ മനസ്സിലുണ്ടായിരുന്നു. താനത് കുറേ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്തതിന് ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ്. അതാ ഞാൻ ഇടയ്ക്ക് കയറി അത് ചോദിക്കാൻ ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതൊരു സൂചകമായി മാറട്ടെ, പ്രോത്സാഹനമായി മാറട്ടെ. ധാരാളം പേർ അങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ്. അതേ സമയത്ത് തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. അതിന് ഈ അനുഭവങ്ങൾ ഒരു പ്രോത്സാഹനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സംഭാഷണം തുടരുകയാണ്. അങ്ങനെ കമ്പാഷൻ ഫോർ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് കമ്പാഷൻ ചെയ്യാനായിട്ട് കർത്താവ് ഇടയാക്കി. സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ആ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് വരെ. അതെ, 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി ചെയ്തു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ഫാർമസിക്ക് പോകണമെന്നുള്ള, ഡിഗ്രി സയൻസ് എടുത്ത് പഠിച്ചു. അതെ, ആ സയൻസ് എടുത്ത് പഠിച്ചു. ഫാർമസിക്ക് പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ്, ആ സമയത്താണ് എൻ്റെ പിതാവ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. എനിക്കന്ന് 13 വയസ്സുള്ള സമയത്താണ് എൻ്റെ പിതാവ് സുവിശേഷ വേലക്കായിട്ട് തീരുമാനിച്ച് പ്രതിഷ്ഠ ബൈബിൾ കോളേജിൽ പോകും. അപ്പൊ അങ്ങനെ കുമ്പനാട് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 9th പഠിക്കുക, 9th 10th ആ സമയത്ത് ബൈബിൾ കോളേജിൽ പപ്പ പഠിക്കാൻ പോയി. ഞങ്ങൾ കുടുംബത്തിൽ താമസിക്കുകയാണ്, ഈ സെയിം സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിളിലോട്ട് പോയ ഒരു കാലം. പപ്പ 2 വർഷം കുമ്പനാട് ബൈബിൾ കോളേജ് പഠിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല, ആഹാരത്തിന് പോലും നിവൃത്തിയില്ല, ഭയങ്കരമായ സ്ട്രഗിൾ. ഒന്നും കഴിക്കാൻ പോലും വീട്ടിൽ ഒന്നുമില്ല, പപ്പായ്ക്ക് ഒരു സാഹചര്യം ഇല്ല. പിന്നെ അന്ന് ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ പപ്പ ഏതെങ്കിലും ചർച്ചിൽ വിസിറ്റ് ചെയ്യും. ഏതെങ്കിലും ചർച്ചിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോവുകയും സൂക്ഷിക്കുകയും, മേ ബി അവിടെ ചെല്ലുന്ന സമയത്ത് അവരൊരു 100 രൂപ ഒക്കെ കൊടുത്താൽ അത് ഭയങ്കര സന്തോഷമാണ്. അന്ന് പപ്പ അന്നേരം കുമ്പനാട് പോകാനും വരാനുള്ള വണ്ടിക്കൂലി എടുത്തു വെച്ചിട്ട് ബാക്കി ഞങ്ങളുടെ ചെലവിനൊക്കെ തന്നിട്ടു. അപ്പോൾ ആ ഒരു 50 രൂപയൊക്കെ വീട്ടിൽ തന്നാൽ കിട്ടിയാൽ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരാഴ്ച മാനേജ് ചെയ്യുന്ന ഒരു കാലമുണ്ട്. അപ്പം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ആ സമയങ്ങളിൽ മാനസികമായിട്ടൊക്കെ ഒത്തിരി ഞങ്ങൾ തളർന്നുപോയി. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള സ്ട്രഗിൾ വരുമ്പോൾ ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ, അപ്പം ഞങ്ങൾക്ക് നിവൃത്തി കേടുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും. അപ്പം ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ അടുത്തുള്ള ചന്തയിൽ മമ്മി ഇങ്ങനെ പച്ചമുളക് ഒക്കെ കുറേ പറിച്ചു തന്ന്, കരിയാപ്പിലയൊക്കെ പറിച്ചു തന്നിട്ട് പട്ടയിലെ വെച്ച് ചന്തയിൽ കൊണ്ടുപോയി 10 പൈസയ്ക്ക് വിറ്റ് 1 രൂപയാകുമ്പോൾ 1 രൂപ കിട്ടിയാൽ അന്ന് മീൻ കിട്ടും. 1 രൂപയ്ക്ക് മീനും ഒക്കെ വാങ്ങി വീട്ടിൽ പോയി ഭയങ്കരമായിട്ട് അത് സന്തോഷിച്ച സമയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ഒരു കാലവും ആ സമയത്തുണ്ടായിട്ടുണ്ട്. അതെന്റെ ആ സ്കൂൾ വിദ്യാഭ്യാസ കാലം. അതിനുശേഷം പ്രീ ഡിഗ്രി കയറുന്ന സമയത്ത് പപ്പ സുവിശേഷ വേലയിൽ സഭാചാർജായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് സ്വദേശമൊക്കെ വിട്ട് അടുത്തൊരു ദേശത്തേക്ക് പോയി. ഞങ്ങൾ അവിടെ പാർക്കുക. അങ്ങനെ ആ സ്ഥലത്ത് ഞങ്ങൾ നിയർലി 5 വർഷത്തോളം പാർത്തു. ഈ 5 വർഷം കൊണ്ട് ആക്ച്വലി ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഫാർമസിക്ക് അഡ്മിഷൻ ഒന്നും കിട്ടാനുള്ള ശേഷി അന്നില്ലായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ഇല്ല, അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ആഗ്രഹം മനസ്സിലുണ്ട്, ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. അങ്ങനെ ഡിഗ്രി ചെയ്തു. 3 വർഷം ഞാൻ BSc കെമിസ്ട്രി എടുത്തു, പഠിച്ചു. അപ്പോഴും പിന്നെ മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലാത്ത ഒരു വല്ലാത്ത കാലത്തിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞാനിങ്ങനെ ഒരു പ്രാവശ്യം പപ്പ ഒരു 21 days ഫാസ്റ്റിംഗ് ഇരിക്കുക. ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ആ ഫാസ്റ്റിങ്ങിന്റെ ഫസ്റ്റ് ഡേയിൽ ഒരു പാസ്റ്റർ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അത് ഒരു കൃപാവര പ്രാപ്തനായ ഒരു ദേവാസനം, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ദേവാസനാണ്. അന്ന് രാത്രി അദ്ദേഹം എന്നോട് ദൈവാലയം, ഞാനും ഫാസ്റ്റിംഗിലിരിക്കും, എന്നോട് ദൈവാലയം എന്ന് പറഞ്ഞു, ഈ ഫാസ്റ്റിംഗ് പ്രയർ തീരുന്നതിന് മുമ്പേ നീ ഇവിടെ നിന്ന് ഒരു ദേശത്തേക്ക് പോകും. ആ
അത് ദൈവം നിന്നെ അവിടെ അയക്കുന്നതായിരിക്കും. നിന്നെ കൊണ്ട് വലിയൊരു ദൈവപ്രവൃത്തി ആ ദേശത്ത് ചെയ്യിക്കും. ആ ദേശത്ത് അത് നിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നൊക്കെ എന്നോട് ദൈവാലോചന. എനിക്ക് സത്യത്തിൽ അത് വിശ്വസിക്കത്തക്ക യാതൊരു സാധ്യതയില്ല. ഞാൻ എങ്ങോട്ടും പോകാൻ പ്ലാൻ ചെയ്തു ഒന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ ഡിഗ്രിയും കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. എല്ലാം കഴിഞ്ഞു. നമുക്ക് പഠിക്കാനുള്ള സാഹചര്യവും ഇല്ല, വീട്ടിലുള്ള നിവൃത്തിയും ഇല്ല, ഒന്നുമില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മറന്നിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ഈ ഫാസ്റ്റിംഗ് ബെയറിന്റെ ഫസ്റ്റിൽ ഇങ്ങനെ ഒരു ആലോചന വന്നു. പുള്ളിക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് വരെ നമുക്ക് മനസ്സിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ പറയുന്നത്. കാരണം ഫാസ്റ്റിംഗ് ബെയർ 21 days. പുള്ളി പറയുന്ന ഒന്നാമത്തെ ദിവസം പറയാണ് ഈ ഫാസ്റ്റിംഗ് ബെയർ തീരുന്നതിന് മുമ്പേ നീ ഇവിടെ ഒന്ന് പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഞാന് പ്രാർത്ഥിച്ചു. അതിലേക്ക് നമുക്ക് ഉടനെ തന്നെ പോകാം. അതൊരു വളരെ വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഈ പ്രിയപ്പെട്ട ദേവദാസന്റെ ജീവിതത്തിലെ. അദ്ദേഹം പിതാവിന്റെ കാര്യം പറയുന്നത്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പാസ്റ്റർ രാജൻ വർഗീസ് എന്നാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുന്നത്തൂർ ആദ്യത്തെ ഏരിയയുടെ പാസ്റ്ററാണ് പാസ്റ്റർ രാജൻ വർഗീസ്. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളിലൊക്കെ ആ ദേവദാസൻ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകിയിട്ടുണ്ട്. രാജൻ വർഗീസിന്റെ മൂത്ത മകനാണ് നമ്മളുടെ സംസാരിക്കുന്ന പാസ്റ്റർ സാം വർഗീസ്. താനിവിടെ സൂചിപ്പിച്ചത് തൻ്റെ ജീവിതത്തിൽ ഒരു ഫാർമസിസ്റ്റ് ആവണം, അങ്ങനെ ഒരു വലിയ സ്വപ്നമുണ്ട്. അതിനെ ഫാമിലി എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ബിഫാം എന്ന കോഴ്സ് അന്നത്തെ കാലത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ പാഴ്സനേജ് ജീവിതത്തിനകത്തുള്ള ഒരുപാട് പരിമിതികൾ കാരണം ആ പിതാവിനും മാതാവിനും 5 മക്കളെയും പഠിപ്പിക്കണം, അവരെ മുന്നോട്ട് ആഹാരം കൊടുത്ത് വളർത്തണം തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നത് എപ്പോഴും ഈ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഉയർന്ന തലങ്ങളിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ ബിഫാം എന്നല്ല ഫാർമസി കോഴ്സ് എടുത്ത് പഠിക്കുക എന്ന സ്വപ്നം ഒരിക്കലും നടക്കത്തില്ല എന്ന് കരുതിയപ്പോൾ BSc കെമിസ്ട്രി എടുത്ത് പഠിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാ സ്വപ്നവും തകർന്നു. വാക്തത്വമുണ്ട്, വിളിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മുന്നോട്ട് പോകാൻ ഒരു മൂത്ത മകൻ എന്ന രീതിയിൽ ഇനിയും വഴിയില്ല, പിറകിൽ 4 കുഞ്ഞുങ്ങൾ വളരുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ദിലമയുടെ, ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ, വല്ലാത്ത സാഹചര്യത്തെ അതിജീവിക്കുമ്പോഴാണ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ആ ഉപവാസ പ്രാർത്ഥനയിലെ ദൂതും. നമ്മൾ അതിലേക്ക് അടുത്ത എപ്പിസോഡിൽ പോകുന്നതാണ്. പ്രിയപ്പെട്ട പാസ്റ്റർ സാം വർഗീസിനോടൊപ്പമുള്ള നമ്മുടെ സംഭാഷണത്തിന്റെ ആദ്യത്തെ ഈ പാർട്ട്, ആദ്യ ഭാഗം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ സന്തോഷം പകർന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ തുടർന്നുള്ള എപ്പിസോഡുകൾ കേൾക്കാനുള്ള ഒരു താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ടാകാം. ഒരു കാര്യം ഉറപ്പാണ്, കാനഡയിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ ആയിട്ട് ഇന്ന് വേദികളിൽ നിറഞ്ഞു നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ സാം വർഗീസിന്റെ ജീവിതത്തിന്റെ ബാല്യം, അല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് കഷ്ടതയുടെയും പട്ടിണിയുടെയും കണ്ണുനീരിന്റെയും ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കഷ്ടതയും പട്ടിണിയും കണ്ണുനീരും എന്നും അതേപോലെ തുടരത്തില്ല എന്നുള്ളതിന്റെ നേരനുഭവങ്ങളിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച മുതൽ പോകും. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനലിൽ ഇതിന്റെ അടുത്ത ഭാഗം നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.